അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, ഇത് ശരിക്കും വിശുദ്ധ കുർബാനയിൽ കർത്താവുണ്ടോ ഇല്ലേ എന്നുള്ള. പിന്നെ എൻ്റെ ഫോക്കസ് മുഴുവൻ ഈ കൗൺസിലേഴ്സ് പറഞ്ഞ പോലെ പിശാചിലേക്കും അതുപോലെ തന്നെ ആര് കാരണമായിരിക്കാം, പൂർവികരുടെ കാരണമാണോ, അതേ ഈ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാപമുണ്ടോ, അങ്ങനത്തെ ഒരു മേഖലയിലൂടെ ഞാൻ മൊത്തം പിന്നെ അത് മാത്രമായി എൻ്റെ സെർച്ച്. വിശുദ്ധ കുർബാന കൊടുത്ത് 2 സെക്കൻഡിനുള്ളിൽ തന്നെ ആ നീര് കംപ്ലീറ്റ് വറ്റിപ്പോകാണ്. ദൈവം ജീവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് അങ്ങനെ ജീവനോടുകൂടെ ഈ ലോകത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ ഇവർ 2 പേരും മരിക്കും, അതല്ലെങ്കിൽ 2 പേരും എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാനിങ്ങനെ പറയാണ്. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട് വിട്ട് പോകും. അന്നാണ് സത്യത്തിൽ ഒരു വൈദികൻ്റെ വില എന്തുമാത്രം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അയൽപക്കത്തുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, ഇവൻ ഒരു കാരണവശാലും അച്ഛനാവാൻ ഒരു സാധ്യതയില്ല. കാരണം ഈ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഒരു അനുഗ്രഹം കടന്നു വരുമെന്ന് അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. എൻ്റെ പേര് ഫാദർ ജോസഫ് പുല്ലുപറമ്പിൽ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പുത്തഞ്ചിറ ഈസ്റ്റ് സെൻറ്റ് ജോസഫ് ഇടവകയിൽപ്പെട്ട ഒരു അംഗമായിരുന്നു. ഇപ്പോൾ വൈദികനായിട്ട് മിഷണറീസ് ഓഫ് ഫെയ്ത്ത് കോൺഗ്രിഗേഷനിലെ ഒരംഗമായിട്ട് സന്യാസ സമൂഹത്തിലാണ് സേവനം ചെയ്യുന്നത്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് സുൽത്താൻപേട്ട് ഡയസിസിൻ്റെ മലമ്പുഴയ്ക്ക് അടുത്തുള്ള അകമലവാരത്തുള്ള വേളാങ്കണ്ണി മാത ദേവാലയത്തിലാണ്. ഞാൻ ജനിച്ചത് 1979 പുത്തഞ്ചിറ തന്നെയാണ്. പിന്നെ അന്ന് അപ്പനമ്മയ്ക്കും ഞങ്ങൾക്ക് 8 മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. അതായത് 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അങ്ങനെ 8 മക്കളിൽ 7ാമത്തെ മകനായിരുന്നു ഞാൻ. ചെറുപ്പത്തിൽ എനിക്ക് പഠിക്കാനായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വിശ്വാസവും നല്ല ആഴത്തിലുള്ളതായിരുന്നു. എൻ്റെ അമ്മയായാലും അപ്പനായാലും ആഴത്തിലുള്ള വിശ്വാസത്തിലൂടെ തന്നെയാണ് വളർത്തിയിരുന്നത്. പ്രത്യേകിച്ചും വേദപാഠം പഠിക്കുന്ന സമയത്താണെങ്കിലും വേദപാഠത്തിന് ഞാൻ ഓർക്കുന്നു 10-12 രൂപതയിലെ റാങ്കും കിട്ടിയായിരുന്നു. പക്ഷേ എന്തോ വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം എനിക്ക് എന്തോ ഒരു സംശയത്തിൻ്റെ നിഴലിലൂടെ കടന്നു പോയിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അറിയാതെയാണെങ്കിലും 5ാം ക്ലാസ് മുതൽ ചോദിക്കുന്നവരോടെല്ലാം എൻ്റെ ലക്ഷ്യം ഒരു പുരോഹിതനായിട്ട് തീരുക എന്നതാണ് എന്ന് ഞാൻ പലരോടും പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ വികാരിച്ചനോട് പറഞ്ഞായിരുന്നു, തീർച്ചയായിട്ടും നല്ലൊരു ഇതിൽ ക്രൈസ്റ്റ് കോളേജിൽ എനിക്ക് പ്രീ ഡിഗ്രിക്ക് സീറ്റ് മേടിച്ച് തരാമെന്ന്. പക്ഷെ ആ സമയത്ത് അച്ഛൻ എന്തോ ബുദ്ധിമുട്ട് നേരിട്ടു, അതുകൊണ്ട് ആ സീറ്റ് കിട്ടിയില്ല. അപ്പം എനിക്ക് കുറേ കൂടിയും സബോർഡും വൈദികരോടും കുറേ കൂടി ദേഷ്യം തോന്നി. പിന്നെ എന്നാലും ഞാൻ മുമ്പോട്ട് പോയി. പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പല വൈദികരെയും കണ്ട് രൂപതയിൽ വൈദികനാകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും അത് എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട്, പ്രത്യേകിച്ചും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കൊണ്ട് അതിന് അവർ അംഗീകാരമോ അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശനമോ ഒന്നും എനിക്ക് നൽകിയിരുന്നില്ല. എന്നാലും ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ +2 പാസ്സായി. അന്നത്തെ പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ വീണ്ടും എനിക്ക് എന്തെങ്കിലും പഠിച്ചേ പറ്റൂ, ആ വാശിയോടുകൂടി ഞാൻ ITI പോയി ഇലക്ട്രോണിക്സ് പഠിച്ചു. ഇലക്ട്രോണിക്സ് പഠിച്ച് ഞാൻ തിരിച്ചു വന്ന് അപ്പോഴേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരാഗ്രഹമുണ്ട്, അച്ഛനായ കൊള്ളാമെന്ന്. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം അങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിലത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നുകൊണ്ട് എന്നെ സംബന്ധിച്ച് എങ്ങനെയും കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഇത് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു.
അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്കാണ് പോയത്. ബാംഗ്ലൂർ ചെന്ന് അവിടെ എനിക്ക് കിട്ടിയത് ഒരു കടയിലായിരുന്നു. അതെൻ്റെ തന്നെ റിലേറ്റീവ്സിൻ്റെ കടയാണ്. ആ കടയിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതായത് നല്ല തിരക്കുള്ള കടയായിരുന്നു കൊണ്ട് തന്നെ നമുക്കങ്ങനെ ഡെയിലി കുർബാനയ്ക്ക്, ഡെയിലി എന്നല്ല ഞായറാഴ്ച തന്നെ കുർബാനയ്ക്കൊക്കെ പോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം വലിയ വിഷമമൊന്നും തോന്നിയിരുന്നില്ല. കാരണം അത്ര ഡീപ്പായിട്ട് നമുക്ക് തമ്പുരാനെ അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മളങ്ങനെ കുറേ നാൾ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് വേണ്ട, തിരിച്ചു പോരാന്ന് തോന്നി ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പം എന്നെ സംബന്ധിച്ച് കൊച്ചുനാളിൽ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 8 പേരാണ്, ഞാൻ 7ാമത്തെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ശരിക്കും ഒരു രാജാവിനെ പോലെ കഴിയേണ്ടതാണ്. പക്ഷെ എൻ്റെ വീടിനെ സംബന്ധിച്ചിട്ട് എൻ്റെ ചേട്ടന്മാരിൽ 3 പേര് പുറത്ത് പോയിരിക്കുന്നതാണ്. പുറത്ത് മീൻസ് കേരളത്തിന് പുറത്ത്. പക്ഷെ വീട്ടുകാർക്ക് ഒരു അറിവുമില്ല. അങ്ങനെ വർഷങ്ങളായിട്ട് മൂത്ത ചേട്ടനാണെങ്കിൽ ഏകദേശം ഒരു 10-15 വർഷം ആ സമയത്ത് തന്നെ ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട്. അപ്പോൾ തിരിച്ചു വരാത്ത ഒരു മേഖലയാണ്. അതായത് വീട്ടിൽ നിന്ന് പോകണ ആരും പിന്നെ തിരിച്ച് ജോലിക്ക് വേണ്ടി പോണതാണ്. പക്ഷെ വീടുമായിട്ടൊരു സപ്പോർട്ടല്ലാത്ത ഒരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ബാംഗ്ലൂർ തന്നെ എൻ്റെ ഒരു ചേട്ടൻ പോയിരുന്നു. ആ ചേട്ടൻ അസുഖമായിട്ട് ന്യൂറോ മസ്കുലർ സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖമായിട്ട് ആള് തിരിച്ചു വന്നു. അപ്പോൾ ആൾക്ക് ഒരു സാധാരണക്കാരൻ്റെ പോലെയല്ല, ഒരു മെൻ്റലായിട്ട് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ പോലെയായിരുന്നു ആളുടെ ഇത്. അതുപോലെ തന്നെ ആളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി തിരിച്ചു വരാം, തിരിച്ച് ബോംബെക്ക്. എൻ്റെ 2 ചേട്ടന്മാർ ബോംബെയിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതെവിടെയാണെന്ന് എനിക്കും എൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല. അങ്ങനെ വന്ന് ഞാനത് പോകാൻ വേണ്ടി തീരുമാനമെടുത്ത് നിൽക്കുന്ന സമയത്ത് അന്ന് രാത്രിയാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. നീ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും എന്നുള്ള ഒരിത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്കങ്ങനെ ഒരു ദർശനം പോലെ അങ്ങനെ കിട്ടി. അപ്പം തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി വേർത്താകെ കുളിച്ച് ഞാൻ ചാടി എഴുന്നേറ്റു കൊന്ത ചൊല്ലാൻ തുടങ്ങി. ആ കൊന്ത ചൊല്ലി ഞാൻ നിർത്തിയത് എനിക്ക് തോന്നുന്നു ഒരു 10-100 കൊന്തെങ്കിലും ഒരുമിച്ച് ചൊല്ലി പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം എന്നിൽ ഓട്ടോമാറ്റിക്കലി. അത്ര നാൾ എനിക്ക് അങ്ങനെ കൊന്ത ചൊല്ലി അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമല്ല. പിന്നെ ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കിതിൻ്റെ കാരണം അറിയണം എന്നുള്ളൊരിതായി. എന്തുകൊണ്ടായിരിക്കാം എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ ഇത്രമാത്രം കഷ്ടതകളിലൂടെ. അപ്പോഴേക്ക് അപ്പനമ്മയൊക്കെ രോഗികളായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പലരും എന്നോട് പറഞ്ഞു, പല സ്ഥലങ്ങളിലും ഞാൻ ഡിവൈനിൽ, അതുപോലെ തന്നെ പോട്ടാശ്രമം, അങ്ങനെ പല സ്ഥലങ്ങളിലും മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ പലരും പറയും അവരെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം നടക്കും, ഇവരെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം നടക്കും. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ പോയി ഞാനിങ്ങനെ ധ്യാനം, വൺഡേ ധ്യാനം, വെള്ളിയാഴ്ച ദിവസം പോർട്ടലിലുള്ള വൺഡേ ധ്യാനത്തിൽ സാധാരണ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ പല കൗൺസിലേഴ്സും എന്നോട് പറഞ്ഞു വീടുപരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ആഗ്രഹമൊന്നും ഒരിക്കലും നടക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട, എന്നാലും പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും തമ്പുരാനോട് അത്ര അങ്ങോട്ട് ആത്മാർത്ഥമായിട്ടുള്ള അടുപ്പമൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി തമ്പുരാൻ കുറച്ചും കൂടി നമുക്ക് ആരാധനയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരിത് ഉള്ളിൽ നിന്ന് തന്നെ തോന്നി. അങ്ങനെ പിന്നെ ഞാൻ നിത്യാരാധന സെൻറ്ററുകളിൽ മണിക്കൂറുകളോളം പോയിരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, ഇത് ശരിക്കും വിശുദ്ധ കുർബാനയിൽ കർത്താവുണ്ടോ ഇല്ലേ എന്നുള്ള ആ ഒരു ചോദ്യം, അതെൻ്റെ കുഞ്ഞുനാളിൽ തുടങ്ങിയുള്ള ആ ഒരു ചോദ്യം വീണ്ടും ഉയർന്നു വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ വന്നത്. പിന്നെ എൻ്റെ ഫോക്കസ് മുഴുവൻ ഈ കൗൺസിലേഴ്സ് പറഞ്ഞ പോലെ പിശാചിലേക്കും അതുപോലെ തന്നെ ആര് കാരണമായിരിക്കാം, പൂർവികരുടെ കാരണമാണോ, അതേ ഈ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാപമുണ്ടോ, അങ്ങനത്തെ ഒരു മേഖലയിലൂടെ ഞാൻ മൊത്തം പിന്നെ അത് മാത്രമായി എൻ്റെ സെർച്ച്. ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട് എങ്കിലും എനിക്ക് അത്ര ഡീപ്പല്ല.
പക്ഷെ അവിടെ ഞാൻ ഇങ്ങനെ കർത്താവിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിൽ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ കർത്താവ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം എൻ്റെ അപ്പച്ചനും ഏകദേശം വയസ്സായിട്ട് കാലുമൊക്കെ നിറച്ച് നീരായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ചേട്ടനും അസുഖമായിട്ട് കിടപ്പുണ്ട്, അമ്മയും അസുഖമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഏകദേശം ഒരു 4-5 വർഷത്തോളം കിടന്നു പോയിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് കാണുന്നവരെല്ലാം ഇങ്ങനെ ബീഭത്സമായിട്ടുള്ള ഒരു ഭവനമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും അപ്പം എനിക്ക് അങ്ങനെ ഇരുന്ന് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടിയ വചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 34:8 നിന്റെ ദൈവമായ കർത്താവിന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. കർത്താവ് ഇത് എനിക്ക് രുചിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഈ സഹനങ്ങളെന്ന് അപ്പോഴും എനിക്ക് തിരിച്ചറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പ ഒരു ദിവസം ആരാധനയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ കാണിച്ചു തന്നു, നീ വിശുദ്ധ കുർബാന കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ അപ്പൻ്റെ ആ നീര്, കാരണം ആള് രാത്രി മുഴുവൻ കിടന്ന് കരച്ചിലാണ്, അപ്പം അത് മാറിപ്പോകുമെന്നുള്ള ഒരു സന്ദേശം പോലെ എനിക്ക് കിട്ടി. ഞാനത് പോയി അന്നുണ്ടായിരുന്ന വികാരിച്ചനോട് സൂചിപ്പിച്ചു, അച്ഛാ ഇന്ന് തന്നെ കുർബാനയ്ക്ക് കൊടുക്കണം. വൈകുന്നേരം ആയതുകൊണ്ട് അച്ഛനൊരിക്കലും സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞു, നിനക്കതൊരു ഇല്യൂഷനായിരിക്കാനാണ് സാധ്യത, അങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല, അതുകൊണ്ട് ഇന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വാശിയുമ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്രാൻസിസ്കൻ കൺവെൻജൻസിൻ്റെ ആശ്രമമാണ്. അവിടുത്തെ അച്ഛൻ വന്ന് വിശുദ്ധ കുർബാന കൊടുത്ത് 2 സെക്കൻഡിനുള്ളിൽ തന്നെ ആ നീര് കംപ്ലീറ്റ് വറ്റിപ്പോകാണ്. അത് സത്യം പറയുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ വീട്ടുകാർക്കും എനിക്ക് തന്നെയും അവിശ്വസനീയമായിട്ട് അത് തമ്പുരാൻ ഇന്നും ജീവിക്കുന്നവനാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം എനിക്ക് നൽകി. ഇതിനിടെ കുറേ വർഷങ്ങളൊക്കെ ഇങ്ങനെ കിടന്നു പോയിക്കൊണ്ടിരുന്നു. അത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചേട്ടന് വീണ്ടും അസുഖം കുറച്ച് കൂടാണ്. ചേട്ടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആളെ തിരിച്ചു കൊണ്ടുവരാണ്. അതിനിടയ്ക്ക് അപ്പം മരിച്ചു. അതിന് തൊട്ട് മുമ്പ് തന്നെ പിന്നെ ഞാൻ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ പെങ്ങളുടെ ഒരു മോൻ വണ്ടി ആക്സിഡൻറ്റിൽ അവനും മരിച്ചു. അപ്പോൾ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതിയായി, എന്തോ ഇത് ഭയങ്കര ബാധ്യതയുള്ളൊരു ഭവനമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം മരിച്ചു. ഈ ചേട്ടൻ ഇങ്ങനെ രോഗിയായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നിറച്ച് ജനങ്ങൾ വീടിന് ചുറ്റും കൂടി. അവനിപ്പം മരിക്കും എന്നുള്ള സ്റ്റേജിലാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി വിട്ടത്. അങ്ങനെ എല്ലാവരും കണ്ടൊക്കെ പോയി ആ കാണുന്നതിനിടയ്ക്ക് ഇവനെ ഈ ആംബുലൻസിൽ നിന്ന് ഇറക്കണ സമയത്ത് അവിടെ നിന്നൊരു ആശാരി വിളിച്ചു പറയുന്നുണ്ട്, ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം അത് സ്ഥാനം കാണാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയാളത് വിളിച്ചു പറയാണ്. അത് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്ന ജനങ്ങളിലൊക്കെ കൺഫ്യൂഷനായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് പലതരത്തിലുള്ള സംസാരങ്ങൾ അരങ്ങേറി. അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും പോയി. ഒരു പ്രാർത്ഥനക്കാരി ചേച്ചി, എൻ്റെ കുടുംബത്തിൽ അന്ന് ചേട്ടനും ചേട്ടത്തിയും 2 പിള്ളേരാണുള്ളത്. ആ ചേട്ടനോട് ഒരു പ്രാർത്ഥനക്കാരി തന്നെയാണ്, പക്ഷേ വിശ്വാസത്തിൻ്റെ ആളെക്കുറവായിരിക്കാം. ആ ചേച്ചി പറഞ്ഞു, ആ ആശാരി പറഞ്ഞതിൽ എന്തോ കഥയുണ്ട്, അതുകൊണ്ട് സ്ഥാനം നോക്കണമെന്ന്. അപ്പം അവരുടെ ഇടയിൽ അതൊരു കൺഫ്യൂഷനായി. അപ്പം അവിടെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് എന്തോ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ദൈവം ജീവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് അങ്ങനെ ജീവനോടുകൂടെ ഈ ലോകത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 1 മാസത്തിനുള്ളിൽ ഇവർ 2 പേരും മരിക്കും, അതല്ലെങ്കിൽ 2 പേരും എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാനിങ്ങനെ പറയാണ്. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട് വിട്ട് പോകും എന്നിവരോട് പറയാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി ക്ഷോഭിച്ചുകൊണ്ട് ഈ ചേച്ചി ഇറങ്ങിപ്പോയി.
പക്ഷേ എന്തോ ദൈവത്തിൻ്റെ പദ്ധതി വളരെ വലുതായിരുന്നു. ഒരു 21 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിച്ച് ഒരു 8 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഒരു മാസത്തിന് മുമ്പ് തന്നെ എൻ്റെ ചേട്ടനും മരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും മരിക്കുന്നേക്കാളും തൊട്ടു മുമ്പ് എൻ്റെ തൊട്ടുമൂത്ത് ട്വിൻസാണ്. അതിലൊരു ചേട്ടൻ ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കൗൺസിലേഴ്സ് പറഞ്ഞതും ജനങ്ങളും പറഞ്ഞതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബാധകേറിയ ഒരു ഭീകരാന്തരീക്ഷമുള്ള ഒരു ബന്ധനമുള്ള ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് മാത്രം ആ സമയത്ത് ഞാൻ എപ്പോഴും ചോദിക്കാറ് വികാരിച്ചന്മാരോടാണ്. അപ്പം അന്നുണ്ടായിരുന്ന വികാരിച്ചനോട് ഞാനിതൊക്കെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് വികാരിച്ചനോട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അന്ന് ചോദിച്ചപ്പോൾ വികാരിച്ചനോട് പറഞ്ഞു, അങ്ങനെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കപ്പുച്ചനച്ഛന്മാരെ കൊണ്ടുവന്നിട്ട് നീ വീട്ടിൽ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കുന്നു. അങ്ങനെ ഞാൻ പോയി അച്ഛനോട് ലെറ്റർ വാങ്ങിച്ച് കാൽവരി ആശ്രമത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ദൂരം കൂടുതലുള്ളത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അവരത് എലിഞ്ഞിപ്രയ്ക്ക് മാറ്റി തന്നു. എലിഞ്ഞിപ്ര ഞാൻ ചെന്നപ്പോഴും അവരെൻ്റെ അടുത്ത് പറഞ്ഞു 41 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഈ ഹിസ്റ്ററി എല്ലാം കേട്ടപ്പോൾ അവർക്ക് പേടി എന്തോ അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയിപ്പിച്ചു. 41 ദിവസം വീണ്ടും ഞങ്ങൾ ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ചു. വീണ്ടും ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു വരാൻ പറ്റില്ല, ഇനി ഒരു 41 ദിവസം കൂടിയും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അന്നാണ് സത്യത്തിൽ ഒരു വൈദികൻ്റെ വില എന്തുമാത്രം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ കുറേയും കൂടിയും എനിക്ക് അതൊരു അനുഭവമായിട്ട് മാറി. അത് കഴിഞ്ഞ് രണ്ടാമത് അവർ പറഞ്ഞതിന് ശേഷം കപ്പുച്ചനച്ഛൻ വീട്ടിൽ വന്നു. വീട്ടിൽ കയറിനേക്കാളും മുമ്പ് തന്നെ അച്ഛൻ പറഞ്ഞു, ഇവിടെ വെഞ്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ബ്രദർ, അന്ന് ഞാനൊരു സാധാരണ മനുഷ്യനാണ്, കാണുന്ന പോലത്തെ ഒരു പ്രശ്നവും ഈ വീട്ടിലില്ല, അതുകൊണ്ട് വെഞ്ചിരിച്ചില്ലെങ്കിലൊന്നും സാരമില്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനെ കൊണ്ട് പിന്നെ നിർബന്ധിച്ചാണ് അച്ഛൻ വെഞ്ചരിച്ചിട്ട് പോകുന്നത്. എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ 800 വർഷം എത്തിയ വിശുദ്ധ അന്തോണീസിൻ്റെ റിലിക്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അത് അവരുടെ അച്ഛൻ ഒരിക്കൽ അത് ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ കൊണ്ടുകൊടുത്തിട്ട് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വെക്കാനുള്ള അവസരം കിട്ടി. വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്, അപ്പോഴും ഞാനിങ്ങനെ കൊന്തിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റിലിക്സ് വെച്ച് ഒരാഴ്ച കഴിഞ്ഞേക്കാൾ മുമ്പ് 10-16 വർഷം എത്തി ഒരു വിവരമില്ലാണ്ട് കിടന്ന ചേട്ടൻ തിരിച്ചു വരാണ്. നാട് മൊത്തം പറഞ്ഞത് അവരാരും തിരിച്ചു വരില്ല എന്ന്. ആ ചേട്ടൻ തിരിച്ചു വന്നു, അസുഖമായിട്ട് ആ ചേട്ടൻ തിരിച്ചു വന്നു. ആ ചേട്ടൻ തിരിച്ചു വന്ന് ഒരു 5-ാമത്തെ ദിവസം അടുത്ത ചേട്ടനും തിരിച്ചു വരാണ്. അപ്പം ആൾക്കാരുടെ ഇടയിൽ ഒരു ചെറിയ വിശ്വാസമല്ല, എന്തോ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നുള്ള ഒരു ബോധ്യം അവർക്ക് കിട്ടി. എനിക്ക് പറയാൻ എത്ര ഉള്ളൂ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള പലരും പല രീതിയിൽ വ്യാഖ്യാനങ്ങളായിട്ട് കൊണ്ടുവരും. ഇത് പിശാചിൻ്റെ കളിയാണ്, അത് സഹനമാണ്, എല്ലാം ശരിയാണ്. ഈ സഹനങ്ങളൊക്കെ തമ്പുരാൻ തരുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:1 പറയുന്നത് പോലെ തന്നെ മനുഷ്യന് പദ്ധതി വിഭാവനം ചെയ്യണം, പക്ഷെ അന്തിമമായിട്ടുള്ള തീരുമാനം കർത്താവിൻ്റെതാണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വേദനകൾ കടന്നു വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ പിശാചിലേക്കോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു എന്നുള്ളത് തേടിപ്പോകുന്നതിലും എപ്പോഴും ശക്തമായിട്ടുള്ളത് നിങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലായിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുക. ഇത് രണ്ടും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ് എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം അങ്ങനെ ഒരു ശക്തി നൽകി എനിക്ക്. അങ്ങനെ ഈ 2 മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വികാരിച്ച എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് അച്ഛനാവാൻ ഇപ്പോഴും ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അച്ഛൻ മിഷണറീസ് ഓഫ് ഫെയ്ത്ത് എന്ന കോൺഗ്രിഗേഷൻ്റെ സന്യാസ സമൂഹത്തിലേക്ക് എന്നെ പറഞ്ഞു വിടുന്നത്.
അപ്പം അന്ന് വികാരച്ചൻ എന്നെ ആ ദൈവവിളിക്ക് പ്രോത്സാഹിപ്പിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് അച്ഛനാവാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. കാരണം നാട് മൊത്തം അങ്ങനെ പെട്ടെന്ന് അച്ഛനോട് ഞാൻ സമ്മതം പറഞ്ഞു, ഓക്കെ പറഞ്ഞു. മിഷണറീസ് ഓഫ് ഫെയ്ത്ത് കോൺഗ്രിഗേഷനിൽ പോകാമെന്നും പറഞ്ഞു. ഇറങ്ങണം അന്നുകൂടി അയൽപക്കത്തുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, ഇവൻ ഒരു കാരണവശാലും അച്ഛനാവാൻ ഒരു സാധ്യതയില്ല. കാരണം ഈ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും ഒരു അനുഗ്രഹം കടന്നു വരുമെന്ന് അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. അപ്പം എല്ലാവരും എന്നോട് നേരിട്ട് വരെ പറഞ്ഞു, ഒരു കാരണവശാലും നീ അച്ഛനാവാൻ ഒരു സാധ്യതയില്ല, അതുകൊണ്ട് മോനെ പോണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എന്തോ എൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ ആ ശക്തി എന്നെ വീണ്ടും ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ലോകത്തിന് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട് വൈദികർ ആവശ്യമാണെന്നുള്ള ആ ശക്തമായിട്ടുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ ഈ ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് വീണ്ടും ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കാണുന്നവർ പിന്നെ ഞാൻ ഇതിലേക്ക് ചേരാനായിട്ട് പോകുന്നതിൻ്റെ തലേദിവസം എനിക്ക് വന്ന ഒരു 3-4 ഓഫറെങ്കിലും ഗൾഫിലേക്ക് കൊണ്ടുപോകാം, അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് തുടങ്ങാനായിട്ട് പൈസ തരാം. അത്രയും നാൾ ഞാൻ കടം പോലും ചോദിച്ചു കഴിഞ്ഞാൽ തരാത്ത ആൾക്കാർ വരെ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ പ്രത്യേക പരിപാലനയാൽ ഞാൻ ഈ കോൺഗ്രിഗേഷനിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ അവിടെ അതെൻ്റെ 33-ാമത്തെ വയസ്സിലാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. കാരണം അന്നുണ്ടായ വൈദികർ പോലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു വെല്ലുവിളിയാണ് പഠിച്ചെടുക്കാനായിട്ട്. എനിക്കറിയാം, കാരണം ഞാൻ പഠനമൊക്കെ വിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ കേരളം, ആന്ധ്ര, വീണ്ടും കേരളത്തിൽ അങ്ങനെ എൻ്റെ പഠനം 10 വർഷം കൊണ്ട് ഞാൻ പൂർത്തീകരിക്കുകയാണ്. അവസാനമായിട്ട് തിയോളജി ചെയ്തത് മേരിമാത മേജർ സെമിനാറിലാണ്. അവിടെയാണെങ്കിലും ദൈവം ഒത്തിരിയേറെ എന്നെ വഴി നടത്തി. ഈ ദൈവവിളിയിൽ യാതൊരു തരത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയിരുന്നത് കൊണ്ട് തന്നെ സത്യം പറയാല യാതൊരുവിധ കഴിവില്ലെങ്കിലും ദൈവം ഒരു സബ്ജക്റ്റ് പോലും തോറ്റാലും അത് ജയിക്കാനുള്ള അവസരമെല്ലാം ഉണ്ടാക്കി തന്നുകൊണ്ട് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. 2022 സെപ്റ്റംബർ 24 ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് എൻ്റെ പട്ടം എങ്ങനെ നടക്കുമെന്നുള്ളതാണ്. അത്ഭുതകരമായിട്ട് ഇന്ന് വരെ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഒരാളും കാണാത്ത രീതിയിൽ ആ പട്ടം നാട്ടുകാർ ചേർന്ന് ആ പട്ടം അതിമനോഹരമായിട്ട് നടത്തി. എൻ്റെ കഴിവല്ല, പക്ഷെ ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് എന്നെ വിട്ടുകൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എവിടെ ചെന്നാലും എന്നെ ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോയത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരാൾ തൂങ്ങി മരിച്ചു, ഒരാൾക്ക് അസുഖമാണ്, എന്ത് തന്നെ ഞാൻ കേൾക്കുകയാണെങ്കിലും ആളെ കേൾക്കാനും ആളുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് ദൈവം എന്നെ വഴിവെട്ടി ഒരുക്കിയതായിരുന്നു ഈ വർഷങ്ങൾ. നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം, പക്ഷേ 10-20 വർഷ കാലഘട്ടത്തോളം തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് നമുക്ക് ആ വിളി തന്നത്. ഇന്ന് ആ ഭവനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സന്തോഷപ്രദമായിട്ടാണ് അവരുടെ ജീവിതം, എൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ. അപ്പം അന്ന് ഒരിക്കലും സംഭവിക്കില്ല ഇത് ഒരു പൈശാചിക പീഡയുള്ള ഒരു ഭവനമാണെന്നെല്ലാം വിധി എഴുതിയ ആൾക്കാർ ഇന്ന് ഒരു അനുഗ്രഹമായിട്ടാണ് പറയണത്. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടാനായിട്ട്, അത് പലപ്പോഴും ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളായതുകൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, ഞാൻ പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തിയോളജി പഠിച്ച സ്ഥലത്താണെങ്കിൽ, ഫിലോസഫി പഠിച്ച സ്ഥലത്താണെങ്കിൽ അന്വേഷിക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ തുറക്കൽ വളരെ വിരളമായിരുന്നു. എങ്കിലും ഞാൻ പഠിച്ച എൻ്റെ അനുഭവം വെച്ചിട്ട് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു ഉണ്ട്. അത് വിശുദ്ധ കുർബാനയിലൂടെയും സുവിശേഷത്തിലൂടെയും പ്രഘോഷിക്കപ്പെടുമ്പോൾ എനിക്ക് ഒന്ന് മാത്രം പറയാനുള്ളൂ നിങ്ങളോട്, ഒരിക്കലും നമ്മൾ കാരണങ്ങളിലേക്ക് അന്വേഷിച്ചുകൊണ്ട് പിശാചായിരിക്കാം, അതല്ലെങ്കിൽ ബന്ധനമായിരിക്കാം, ഇതെല്ലാം ഉണ്ട്. പിശാചുണ്ട്, പൈശാചിക പീഡകളുണ്ട്, ബന്ധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിനേക്കാളും എല്ലാം ഉപരി നമ്മുടെ ദൃഷ്ടി എപ്പോഴും ദിവ്യകാരുണ്യ ആരാധനയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും നമ്മൾ നോക്കാൻ തയ്യാറാണെങ്കിൽ
എല്ലാവരോടും പറയാനുള്ളത്, നീ ഏത് വിളിയാണെങ്കിലും, അതിപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്കായിരിക്കാം, അതുപോലെ തന്നെ അച്ഛനായിരിക്കാം, സന്യാസിനിയായിരിക്കാം, ഏത് വിളിയിലാണെങ്കിലും അത് പ്രായമൊന്നൊരിക്കലും ഒരു ബാധകമല്ല. 43-ാമത്തെ വയസ്സിലാണ് ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷനായിട്ടുള്ള പോളി കണ്ണുക്കാടൻ പിതാവിൽ നിന്ന് ഞാൻ പട്ടം സ്വീകരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാണ്, അതിബുദ്ധിമാനൊന്നല്ല എങ്കിലും ദൈവമായ കർത്താവ് 10-12 വർഷ കാലഘട്ടത്തോളം ഈ സെമിനാരി ജീവിതത്തിൽ എന്നെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. അതും പലരും പിന്തിരിപ്പിച്ചു. ഞാനിതിൽ കയറിയതിന് ശേഷം എന്നെ ഒത്തിരി രൂപതകൾ എന്നോട് പറഞ്ഞു, ഈ രൂപതയിൽ ചേർന്നു, പല ഓഫറുകളും വന്നു. പക്ഷേ ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ സന്യാസ സമൂഹം, പ്രത്യേകിച്ചും മിഷണറീസ് ഓഫ് ഫെയ്ത്ത് കോൺഗ്രേഷൻ, അതിൻ്റെ ക്യാരിസം എന്ന് പറയുന്നത് തന്നെ ക്രൈസിസിൽപ്പെട്ട വൈദികരെ ഉയർത്തിക്കൊണ്ടിരലും, അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും പള്ളികളിൽ അച്ഛന്മാർ സേവനം ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ അത് ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ഇതൊരു ഇറ്റാലിയൻ കോൺഗ്രേഷനാണ്, ആ കോൺഗ്രേഷനിലെ അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരിക്കാം, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനയായിരിക്കാം. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ജനങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന ഈ ലോകത്തിലെ ആൾക്കാരിലേക്കോ നോക്കാതെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് എത്ര വർഷങ്ങൾ എടുത്താലും വിശ്വസ്തനായിട്ടുള്ള കർത്താവ് അത് നിറവേറ്റി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു ഞാനിതാ. ജീവിതത്തിൻ്റെ കർത്താവായങ്ങി ഏറ്റുചൊല്ലുന്നു ഞാൻ മുതാ. യേശുവേ,